കർത്താവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, അഭിഷേകമന്ന എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചിന്തയ്ക്ക് ആധാരമായ ദൈവത്തിന്റെ വചനം സങ്കീർത്തന പുസ്തകം 34 അധ്യായം 4-5 വചനഭാഗം. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരം അരുളി. എന്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവളുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു. അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമടിച്ചു, അവരെ വിടുവിക്കുന്നു. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ. അവനെ ശരണം പ്രാപിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. തിരുവെഴുത്തിന്റെ ഏറ്റവും മനോഹരമായ ദൈവത്തിന്റെ വചനത്തിന്റെ ആഴത്തെ സങ്കീർത്തകനായ ദാവീദ് തന്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ദൈവസ്നേഹത്തിന്റെ ആഴത്തെ ഇവിടെ നമുക്ക് മുമ്പിൽ തുറന്നു കാണിക്കുകയാണ്. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു. കാരണം നമ്മൾ അപേക്ഷിച്ചാൽ നമുക്ക് ഉത്തരം തരുന്ന കർത്താവാണ്. ഞാൻ അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരം തന്നു. നമുക്ക് ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങളും ഉത്തരം കിട്ടാത്ത ചില പ്രാർത്ഥന വിഷയങ്ങളും ഇല്ല ജീവിതത്തിൽ. ഇവിടെ നമ്മളൊന്ന് ശ്രദ്ധിച്ചേ. യഹോവയോട് അപേക്ഷിച്ചാൽ, നീ എന്നെ വിളിച്ചോ, ഞാൻ നിനക്ക് ഉത്തരം അരുളും. ഉത്തരം തരുന്നൊരു ദൈവമാണ് നമ്മുടെ നടുവിലുള്ളത്. എങ്ങനെ നമുക്ക് ഇത് അനുഭവിക്കാൻ കഴിയും? യഹോവ എത്ര നല്ലവനെന്ന് രുചിച്ചറിയണം. ഈ അനുഭവത്തിലേക്ക് നമ്മൾ വരണം. കാരണം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ രുചിച്ചറിയുന്നുണ്ട്. എന്നാൽ അറിയേണ്ട ഏറ്റവും മഹത്വമുള്ള ഒരു കാര്യമാണ് എന്റെ കർത്താവ് എത്ര നല്ലവനെന്ന് അറിയണം. ഇത് ദാവീദിന് അറിയാൻ കഴിഞ്ഞു, അപ്പസ്തലന്മാർക്ക് അറിയാൻ കഴിഞ്ഞു. പ്രിയമുള്ളവരെ, ഈ വചനം കേൾക്കുന്ന നമ്മോടാ കർത്താവ് ചോദിക്കുന്നത്, ഞാൻ എത്ര നല്ലവനെന്ന് നിങ്ങൾക്ക് രുചിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ ആരാണ്? നിങ്ങളുടെ ജീവിതത്തിൽ എന്റെ സ്ഥാനം എന്താണ്? നിങ്ങൾ എനിക്ക് എത്രത്തോളമാണ് സ്ഥാനം തരുന്നത്? നിങ്ങൾ എത്രത്തോളമാണ് എന്നെ അറിയുവാൻ ഇടയായത്? യേശു പറയുകയാണ്, നമ്മൾ അവനെ അറിയുവാൻ ഇടയാകുന്നിടത്തോളം കാലം നമ്മൾ അവനെ അനുഭവിക്കുമെന്നാണ് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുക. എന്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. രുചിച്ചറിയുന്ന ഏറ്റവും വലിയ ഒരു അടയാളം ഞാൻ പറയാം. വിളിക്കുന്നവർക്ക് ഉത്തരം കൊടുക്കുന്ന ദൈവം ഭയം മാറ്റിക്കൊടുക്കും, വേദന മാറ്റിക്കൊടുക്കും, ദുഃഖം മാറ്റിക്കൊടുക്കും, രോഗം മാറ്റിക്കൊടുക്കും. കാരണം രോഗത്തിന്റെ വലിയ പിടിയിലാണോ നീ കഴിയുന്നത്? ക്യാൻസർ ആകാം, ട്യൂമർ ആകാം, ബ്ലഡ് ക്യാൻസർ ആകാം. വൈദ്യശാസ്ത്രം പറയുകയാണ്, നീ ഒരിക്കലും ഇത് സുഖപ്പെടുകയെന്ന് പറഞ്ഞ രോഗമായിരിക്കാം. പ്രിയമുള്ളവരെ, ഒന്ന് ഓർക്കണം, അവൻ എത്ര നല്ലവനെന്ന് രുചിച്ചറിയാൻ നമ്മൾ തുടങ്ങിയാൽ ഞാൻ ചോദിച്ചതിന് അവൻ ഉത്തരം തന്നിരിക്കും. എന്നെ സുഖപ്പെടുത്തിയിരിക്കും. എന്റെ ഭാരങ്ങളെല്ലാം അവൻ വഹിച്ചിരിക്കും. എന്റെ വേദനകളെല്ലാം അവൻ ഏറ്റെടുത്തിരിക്കും. അവന്റെ അടിപ്പിണരുകളാലാണ് ഇന്ന് സൗഖ്യം അനുഭവിച്ച് കടന്നു പോകാൻ നമുക്കിടയായിരിക്കുന്നത്. ഓർക്കണം, എത്ര നല്ലവനെന്ന് രുചിച്ചറിയണം കേട്ടോ. കാരണം ദൈവത്തിന്റെ വചനം എസെക്കിയാല് ഭക്ഷിച്ചപ്പോൾ എസെക്കിയാലിന്റെ ജീവിതത്തിൽ അത് തേനേക്കാൾ മാധുര്യം അനുഭവിച്ചെങ്കിൽ, യേശുവേ, എന്റെ കർത്താവേ, എന്റെ ജീവിതത്തിൽ അങ്ങൊന്ന് കടന്നു വന്നാൽ, അങ്ങൊന്ന് പ്രവർത്തിച്ചാൽ എത്ര മനോഹരവും എത്ര ആനന്ദകരമാണെന്ന് എനിക്ക് അനുഭവിക്കാൻ കഴിയും. ഈ വചന സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഈ സമയം ഇടപെടട്ടെ. ഇപ്പോൾ കർത്താവ് കടന്നു വന്ന് പ്രവർത്തിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ.